ധന്യ, ഛത്തീസ്ഗഡിലെ മാവോയിസ്റ്റ് തീവ്രവാദികൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കാൻ കേന്ദ്രം ഒരുങ്ങുന്നു എന്നാണ് ഏറ്റവും പുതിയ വാർത്തകൾ. 1, 2, 3 അല്ല, 100 ലക്ഷം രൂപയാണ് മാവോയിസ്റ്റ് കൊടും ഭീകരനെതിരെ കേന്ദ്രം, അതായത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും അമിത്ഷായും പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇനി പഴയതുപോലെയൊന്നും ഛത്തീസ്ഗഡിൽ നടക്കില്ല, നിങ്ങളുടെ ആ അരങ്ങ് വാഴ്ചയുണ്ടല്ലോ, തോന്നിവാസം ഉണ്ടല്ലോ, അത് നടത്തില്ല എന്ന് തന്നെയാണ് അമിത്ഷാ പറഞ്ഞിരിക്കുന്നത്. ഒരു തീരുമാനമാകുമെന്നാണ് തോന്നുന്നത്. എന്താ തോന്നുന്നത്? തീർച്ചയായിട്ടും പാർത്ഥൻ പറഞ്ഞതുപോലെ തന്നെ ഇനി മാവോയിസ്റ്റുകളുടെ പൂണ്ട് വിളയാട്ടമൊന്നും ഛത്തീസ്ഗഡിൽ നടത്താൻ അമിത്ഷാ സമ്മതിക്കില്ല എന്നുള്ളത് തന്നെയാണ്. അതായത് ഇനി നിർദ്ദേശമൊന്നുമില്ല, അതായത് താക്കീതൊന്നുമില്ല, കൊന്നു തള്ളിക്കോ എന്നുള്ള നിർദ്ദേശം മാത്രമേ ഇനി ഉണ്ടാവൂ. അല്ലാതെ ഇനി ഇവരെ വിഹരിക്കാനായി ജനങ്ങളുടെ ജീവനും അല്ലെങ്കിൽ സൈന്യത്തിന്റെ ജീവനും എടുക്കാൻ ഇവരെ വിഹരിക്കാനായി വിടുന്ന ഒരു രീതി ഇനി ഉണ്ടാവില്ല എന്ന് തീർത്ത് പറയുകയാണ് അമിത്ഷാ. നമുക്കറിയാം, ഛത്തീസ്ഗഡ് പോലുള്ള സ്ഥലത്ത് എപ്പോഴും മാവോയിസ്റ്റ് ആക്രമണങ്ങൾ നേരിടുന്ന ഒരു സ്ഥലം കൂടിയാണ് ഛത്തീസ്ഗഡ്. പ്രത്യേകിച്ച് ഇടതുപക്ഷ തീവ്രവാദ ആളുകളാണ് അവിടെ കൂടുതൽ. ഈ മാവോയിസ്റ്റുകളായി നക്സലുകളായൊക്കെ ഇങ്ങനെ രൂപപ്പെട്ട് അവിടെ സ്വൈര്യ ജീവിതം തന്നെ ഇല്ലാതാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോവുക എന്നുള്ളതാണ്. എന്തായാലും അമിത്ഷാ ഇപ്പോൾ ഛത്തീസ്ഗഡ് സന്ദർശിച്ചു. അവിടെ കൃത്യമായ ഒരു പദ്ധതി ആസൂത്രണം ചെയ്ത് തന്നെയാണ് അദ്ദേഹം മടങ്ങിയിരിക്കുന്നത്. ഒരു ലെഫ്റ്റ് വിങ്ങിൻ്റെ ഒരു ഏരിയ തന്നെ, അതായത് സൈന്യത്തിൻ്റെ ഒരു ക്യാമ്പ് തന്നെ അവിടെ സ്ഥാപിച്ചുകൊണ്ട് തീവ്രവാദത്തിനെതിരെ പോരാടാനായി സൈന്യത്തിൻ്റെ ഒരു ക്യാമ്പ് തന്നെ അവിടെ സ്ഥാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു രീതിയാണ്. അപ്പോൾ ഒരു ക്യാമ്പ് സ്ഥാപിച്ചാൽ സൈന്യത്തിൻ്റെ ഒരു ബറ്റാലിയൻ വന്നാൽ ഈ മാവോയിസ്റ്റുകളെ തുടച്ചു നിൽക്കാൻ കഴിയുമോ എന്ന് പലരും ചോദിക്കും. അത് കഴിയുമെന്നുള്ളതിൻ്റെ ആസൂത്രണ പദ്ധതികളാണ് അമിത്ഷാ നടപ്പിലാക്കുന്നത് എന്നുള്ളതാണ്. അതായത് ഒരു സാധാരണ ക്യാമ്പ് അല്ല അവിടെ സ്ഥാപിച്ചത്. അതെ, ബസ്റ്റാർ എന്ന ഒരു ജില്ലയിൽ ആ ജില്ലയിലെ സൗത്ത് ബസ്റ്റാറിലാണ് നക്സൽ വിരുദ്ധ സേന സെക്യൂരിറ്റി ക്യാമ്പ് സ്ഥാപിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഇവിടെ ഒരു വലിയ ഭീകരനുണ്ട്. അതായത് എത്ര നമ്മൾ പിടിക്കാൻ ശ്രമിച്ചാലും നമ്മുടെ സേനയ്ക്ക് പിടിക്കാൻ കഴിയാത്ത ഒരു ഭീകരനാണ് മധുവി ഹിദുമ എന്ന് പറയുന്ന ഒരു മാവോയിസ്റ്റ് ഭീകരൻ. അയാളുടെ തലയ്ക്ക് വിലയിട്ടിരിക്കുന്നത് 100 ലക്ഷം രൂപയാണ്. ആരാണോ അയാളെ പിടിച്ചു തരുന്നത് അവർക്ക് 100 ലക്ഷം രൂപ കൊടുക്കും. ഇയാളെ പിടിക്കാനുള്ള എല്ലാ തന്ത്രങ്ങളും സൈന്യം തുടങ്ങിക്കഴിയുമ്പോൾ, അല്ലെങ്കിൽ സൈന്യം അതിൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ ഇയാളുടെ കൂട്ടത്തിലുള്ള ആളുകൾ തന്നെ അത് മണത്തറിഞ്ഞ് ഇയാളെ രക്ഷപ്പെടുത്തുന്ന രീതിയാണ് കണ്ടുകൊണ്ടുവരുന്നത്. കൊടും ഭീകരൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പോലും ചിന്തിക്കാൻ കഴിയാത്ത അത്രത്തോളം കൊടും ഭീകരനാണ് ഈ മധുവി ഹിദുമ എന്ന് പറയുന്ന ഈ ഭീകരൻ. ഇയാൾ ഇടതുപക്ഷ നക്സൽ തീവ്രവാദിയാണ്. പീപ്പിൾ ഓഫ് ലിബറേഷൻ ഗറില്ല ആർമി, ഇതാണ് ഇയാളുടെ പാർട്ടിയുടെ പേര്. ഇയാളൊരു പാർട്ടിയൊക്കെ രൂപീകരിച്ചിട്ടുണ്ട്. അതിന്റെ പാർട്ടിയുടെ, അതായത് ഒളിഞ്ഞിരുന്ന് യുദ്ധം നടത്തുന്ന രീതിയാണ്. ഗറില്ല യുദ്ധമുറകൾ അറിയില്ലേ, ഒളിപ്പോർ യുദ്ധമാണ് ഇയാളുടെ പ്രധാന ഇതെന്ന് പറയുന്നത്. ഈ ഗറില്ല ആർമിയുടെ, ഈ പീപ്പിൾ ലിബറേഷൻ ഓഫ് ഗറില്ല ആർമിയുടെ ബറ്റാലിയൻ നമ്പർ 1 തലവനാണ് ഈ മധുവി ഹിദുമ എന്ന് പറഞ്ഞ ഈ കൊടും നക്സൽ തീവ്രവാദി. 100 ലക്ഷം രൂപ തലയ്ക്ക് വിലയിട്ടിരിക്കുന്ന ഈ ഭീകരൻ എന്ന് പറയുന്നത്. ഈ ഭീകരനെ തീർക്കാൻ, അതായത് പിടിച്ചോണ്ട് ജയിലിലിട്ട് തിന്നു കൊഴിപ്പിക്കാനല്ല, ഒന്നോടെ തീർക്കാൻ തന്നെയാണ് അമിത്ഷാ തീരുമാനിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ നമുക്ക് ഇങ്ങനെ വ്യാഖ്യാനിക്കാം അതിനെ. അമിത്ഷാ ഈ ഭീകരനെ പിടിക്കാൻ നേരിട്ട് തന്നെ ഇറങ്ങുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. അത്തരത്തിലുള്ള ഒരു നീക്കമാണ് ഛത്തീസ്ഗഡിൽ അമിത്ഷായുടെ നേതൃത്വത്തിൽ നടക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. 2026 മാർച്ച് 31 ഈ തീവ്രവാദം, അതായത് ഇടതുപക്ഷ തീവ്രവാദത്തെ ഛത്തീസ്ഗഡിലെ മുക്കിലും മൂലയിലും നിന്ന് തുടച്ചു നീക്കുമെന്നാണ് അവിടുത്തെ ജനങ്ങൾക്ക് അമിത്ഷാ ഉറപ്പ് നൽകിയത്. അമിത്ഷായുടെ ഉറപ്പ് നമുക്കറിയാം. അമിത്ഷാ അങ്ങനെ ഒന്നും കാണാതെ ഒന്നും വെറുതെ വിളിച്ചു പറഞ്ഞിട്ട് പോകുന്ന ഒരാളല്ല. എനിക്ക് തോന്നുന്നു നരേന്ദ്രമോദിയേക്കാൾ കൂടുതൽ പറയുന്ന കാര്യങ്ങളിൽ, അതും ഇത്തരം തീവ്രവാദ പ്രവർത്തനങ്ങളെ തുടച്ചു നിൽക്കുന്ന കാര്യത്തിൽ അമിത്ഷാ കുറച്ചുകൂടി മുന്നിലാണ് എന്ന് പറയാം. കാരണം അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ വെടിപ്പാക്കിയിട്ടേ തിരിച്ചു കയറൂ എന്നുള്ളതാണ് അമിത്ഷായുടെ ഒരു രീതി എന്ന് പറയുന്നത്. അതായത് മോദി കുറച്ചുകൂടെ സൗമ്യനാണ്, പക്ഷെ അമിത്ഷായുടെ നടക്കില്ല, യാതൊരു ദാക്ഷിണ്യം ഉണ്ടാവില്ല. തീർക്കാൻ പറഞ്ഞാൽ തീർക്കും. 1-2 തവണ നിർദ്ദേശം നൽകും, മര്യാദയ്ക്ക് വന്ന് കീഴടങ്ങിക്കോ, എങ്കിൽ ജീവനെങ്കിലും കിട്ടും, ഇല്ലെങ്കിൽ അതുപോലും കിട്ടില്ല, പിന്നീട് തീർത്ത് കളഞ്ഞേക്ക്
അതെ. ഇപ്പൊ മറ്റേ സിനിമയിലൊക്കെ മോഹൻലാലിന്റെ ഒരു സിനിമ കൊല്ലണ്ട നടേശ എന്ന് പറയുന്നത് കൊന്നോ നടേശ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് അമിത്ഷാ പോവും. കൊല്ലണ്ട നടേശ എന്ന് മോദി പറയുന്നത് പോലെയും കൊന്നോ നടേശ എന്ന് അമിത്ഷാ പറയുന്നത് പോലെയും ആവും കാര്യങ്ങൾ എന്നുള്ളതാണ് അമിത്ഷാ എത്തിക്കഴിഞ്ഞാൽ. അപ്പോ ഈ പിന്നെ മാവോയിസ്റ്റ് കോട്ടകളിലേക്ക് നക്സൽ വിരുദ്ധ സേനയെ നിയോഗിച്ചുകൊണ്ട് ഒരു തൂത്തുവാരൽ, അടിമുടി നന്നാക്കൽ ഛത്തീസ്ഗഡിനെ, അത് തന്നെയാണ് അമിത്ഷാ തീരുമാനിച്ചിരിക്കുന്നത്. അതായത് മാ ദന്തേശ്വരി എന്ന പുണ്യഭൂമിയിൽ നിന്ന് ഞങ്ങൾ പൂർണ്ണമായും മാവോയിസ്റ്റുകളെ തുടച്ചു നീക്കും എന്നാണ് അമിത്ഷാ അവിടുത്തെ ജനങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഉറപ്പ്. ഈ മധുവി ഹിതുവ എന്ന് പറയുന്ന മാവോയിസ്റ്റ് അത്ര ചില്ലറക്കാരനൊന്നുമല്ല. ഇയാൾ CPI മാവോയിസ്റ്റ് കേന്ദ്ര കമ്മിറ്റിയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ ഭീകരനാണ്. 2010 ഇയാളുടെ വിളയാട്ടം വെസ്റ്റർ ദന്തോവാഡിയിൽ കണ്ടതാണ്. അതായത് ആ ദന്തോവാടി എന്ന് പറഞ്ഞ സ്ഥലത്ത് നടന്ന കൂട്ടക്കൊലയിൽ 75 CRPF ജവാന്മാരെയാണ് ഇയാൾ കൊന്നു കളഞ്ഞത്. മാത്രമല്ല 2017 സുക്മയിൽ 2.5 ഡസനോളം ആളുകളെയാണ് ഇയാൾ തീർത്ത് കളഞ്ഞത് എന്നുള്ളതാണ്. പതിയിരുന്ന് ആക്രമിക്കുന്ന CPI മാവോയിസ്റ്റ് നക്സലാണ് ഈ മധുവി ഹിതുമ എന്ന് പറയുന്ന ഈ കൊടും ഭീകരൻ. അപ്പൊ ഛത്തീസ്ഗഡിന്റെ ഓരോ മുക്കിലും മൂലയിലും സൈന്യത്തെ ഇറക്കിക്കൊണ്ട് മാവോയിസ്റ്റുകളെ ഇല്ലാതാക്കുന്നതിനോടൊപ്പം തന്നെ ഈ കൊടും ഭീകരൻ ഇയാളാണ് അവിടെ ഭീകര പ്രവർത്തനങ്ങൾ നടത്തുന്നതും ഭീകര പ്രവർത്തനങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുന്നതും. അപ്പോൾ ഇയാളെ സഹായിക്കുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ, പ്രത്യേകിച്ച് പാകിസ്ഥാൻ പോലുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഫണ്ടുകൾ വന്ന് ഇവരെ സഹായിക്കുന്നവരുണ്ടാകുമല്ലോ. അപ്പോൾ ആദ്യം ഇയാളെ തീർത്ത് കഴിയുമ്പോൾ പിന്നെ ഇയാളുടെ കൂടെ ഉള്ളവർക്കൊന്നും രക്ഷയുണ്ടാവില്ല. തലവനെ തലവനെ കണ്ടിട്ടാണല്ലോ ബാക്കിയുള്ളവരൊക്കെ ഈ പത്തി വിടർത്തുന്നത്. അപ്പോ തലവനെ തീർക്കുക എന്നുള്ളതാണ്. 100 ലക്ഷമൊക്കെ മാത്രമല്ല അവിടെ 1 കോടിയിലേറെ രൂപയാണ് തീവ്രവാദികളുടെ തലയ്ക്ക് അമിത്ഷാ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോ പണം എത്ര വേണമെങ്കിലും ചെലവാക്കാം, തീവ്രവാദത്തെ തുടച്ചു നീക്കുക. മോദി സർക്കാരിന്റെ ഏറ്റവും വലിയ അജണ്ട അത് തന്നെയാണ്. അതിർത്തികളിൽ നിന്ന് ഇപ്പോ പാകിസ്ഥാനിൽ നിന്ന് നേരത്തെ UPA സർക്കാർ ഭരിച്ചിരുന്ന കാലത്തൊക്കെ എത്രമാത്രം തീവ്രവാദികൾ നുഴഞ്ഞു കയറി എന്നും നമ്മുടെ സൈനികർക്ക് യുദ്ധത്തിന് മാത്രമേ സമയമുണ്ടായിരുന്നുള്ളൂ. അത് പലപ്പോഴും നമ്മുടെ സൈനികർക്ക് തിരിച്ചടിക്കാൻ ഈ കോൺഗ്രസ് ഭരിച്ചിരുന്ന സമയത്ത് അനുവാദം പോലും നൽകില്ലായിരുന്നു. ചോദിച്ചാൽ ഇപ്പൊ വേണ്ട പിന്നെ ആവട്ടെ എന്നൊക്കെയല്ലേ പറഞ്ഞിരുന്നത്. തീർച്ചയായും. അതുമാത്രമല്ല ഈ ഛത്തീസ്ഗഡിൽ വേറൊരു കാര്യം കൂടെയുണ്ട്. ഛത്തീസ്ഗഡുമായി ബന്ധപ്പെട്ട് ഛത്തീസ്ഗഡിലുള്ള കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ ഛത്തീസ്ഗഡിൽ ഇത്തരം തീവ്രവാദികളെ സംരക്ഷിച്ചുകൊണ്ടിരുന്നത് അവിടുത്തെ ഗ്രാമീണരെ ഇവർ വിലക്കെടുക്കുമായിരുന്നു. ഗ്രാമീണരുടെ അവകാശത്തിന് വേണ്ടിയാണ് ഞങ്ങൾ പോരാടുന്നത്, നിങ്ങൾക്കൊപ്പമാണ് ഞങ്ങൾ നിൽക്കുന്നത്, മാവോയിസ്റ്റുകൾ നിങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ വേണ്ടിയാണ് ഞങ്ങളുടെ പോരാട്ടം, അതുകൊണ്ട് നിങ്ങളിലാണ് ഞങ്ങളുടെ പ്രതീക്ഷ എന്നൊക്കെ പറയുമ്പോൾ ഇവർ ഏതെങ്കിലും തരത്തിൽ റെയ്ഡ് വരുന്ന സമയത്ത് നാലാ ഭാഗത്തു കൂടിയും എന്താണ് ഇവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കും, അല്ലെങ്കിൽ രഹസ്യമായ വിവരങ്ങൾ കൈമാറുമായിരുന്നു. അത്തരത്തിൽ വലിയ ബുദ്ധിമുട്ടായിരുന്നു ഭരണകൂടങ്ങൾക്ക്. പക്ഷേ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം, പ്രത്യേകിച്ച് ഈ 2ാം മോദി സർക്കാർ അധികാരത്തിന് ഈ 3ാം മോദി സർക്കാർ അധികാരത്തിൽ ഏറിയ ശേഷം അമിത്ഷായുടെ വളരെ കൃത്യമായ പ്ലാനിങ്ങിന്റെ പുറത്ത് അവിടെ ഈ ഗ്രാമീണർക്കിടയിൽ വലിയ ബോധവൽക്കരണം നടന്നിരുന്നു. അതായത് നിങ്ങളെ വഞ്ചിക്കുകയാണ് മാവോയിസ്റ്റുകൾ ചെയ്യുന്നത്, യഥാർത്ഥത്തിൽ നിങ്ങളുടെ പുരോഗമനത്തിന് വേണ്ടി ഒന്നും അല്ല അവർ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടത്തുന്നത്, അവർക്ക് ഫണ്ട് വരുന്ന വഴികൾ, അവർ ഇതുവഴി ഉണ്ടാക്കുന്ന നേട്ടങ്ങൾ, ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും അവിടെ അവരെ ബോധ്യപ്പെടുത്തിയിരുന്നു. മാത്രമല്ല ഇത്തരത്തിലുള്ള 1 കോടി രൂപയോളം തലയ്ക്ക് വില പറയുക എന്ന് പറഞ്ഞാൽ അതൊരു ചില്ലറ കാര്യമല്ല. അപ്പോൾ ഈ ആളുകൾക്കിടയിലേക്ക് എല്ലാവിധ സഹായങ്ങളും ചെയ്ത് ജനങ്ങൾക്കിടയിൽ അവർക്കുള്ള സപ്പോർട്ടിനെ ഇല്ലാതാക്കിക്കൊണ്ട് ഇത്തരം ഭീകരരെ ഒതുക്കുക എന്ന തന്ത്രപ്രധാനമായ കാര്യമാണ് ഇപ്പോൾ മോദി ഗവൺമെന്റ് ചെയ്തത്. ഛത്തീസ്ഗഡ് എന്ന് പറയുന്നത് പൊതുവെ പിന്നെ ഈ വനമേഖലകൾ നിറഞ്ഞ സ്ഥലമാണ്. അതെ, ഛത്തീസ്ഗഡ് വനമേഖലകൾ നിറഞ്ഞ സ്ഥലമാണ്. മാത്രമല്ല അവിടെ പണ്ട് മുതലേ, അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം തൊട്ടിങ്ങോട്ട് ഒരുപാട് നക്സൽ ആക്രമണങ്ങൾ, മാവോയിസ്റ്റ് ആക്രമണങ്ങൾ നടന്ന സ്ഥലമാണ്. ഇവരെ തുടച്ചു നിൽക്കാൻ ഇവരെ കഴിഞ്ഞിട്ടില്ല. കേന്ദ്രമന്ത്രിമാരുൾപ്പെടെ എത്രയോ അധികം രാഷ്ട്രീയ നേതാക്കന്മാരെ, ഒരുപാട് ആളുകളെയാണ് ഇവർ കൊന്നു തള്ളിയത്. കാരണം ഈ വാഹന വ്യൂഹത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന കേന്ദ്രമന്ത്രിമാരുടെ വാഹനത്തിന് നേരെ വെടിവെച്ചിട്ട് മന്ത്രിയുടെ നെഞ്ച്, കോൺഗ്രസ് ഭരിക്കുന്ന സമയത്താണ് ഈ നെഞ്ച് തുളഞ്ഞ് കീറിക്കിടക്കുന്ന ഫോട്ടോ വരെ പുറത്തു വന്നിരുന്നു. അപ്പോൾ എന്തായാലും ഇത്തരത്തിൽ അവരുടെ വലിയ മാറ്റങ്ങൾക്ക് അമിത്ഷായുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിന് സാധിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെ ഈ പറയുന്ന പോലെ ഇനി ചെറിയ കളിയല്ല അല്ല, ഇനി കളികളൊക്കെ മാറുകയാണ്. അമിത്ഷാ നേരിട്ടിറങ്ങിയ സ്ഥിതിക്ക് ഇനി മാവോയിസ്റ്റുകളുടെ കാര്യം
ഖുദാഹവ ഖുദാഹവ. ഖുദാഹവ യെസ്.